നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. സ്മൈൽ സെന്റർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഇവിടെ ഡോക്ടർ കൗശിക്, നമ്മുടെ എൻഡോഡോണ്ടിസ്റ്റ്, ഡോക്ടർ റൂപേഷ്, നമ്മുടെ പ്രോസ്റ്ററോണ്ടിസ്റ്റ്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിനകം റൂട്ട് കനാൽ സംബന്ധിച്ചും ക്രൗണിനെ സംബന്ധിച്ചും ഒക്കെ പല വീഡിയോസും ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഡോക്ടർ കൗശിക്കിനോട് എന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ എപ്പിസെക്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റി നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അപ്പോൾ ഈ റൂട്ട് കനാൽ ഫെയിലിയർ സംഭവിക്കുമ്പോൾ ആ റൂട്ട് എപ്പെക്സ് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ചെറിയ സർജറി മുഖേന റൂട്ട് എപ്പെക്സ് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടുന്ന് ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വ്യക്തത തരാമോ? സാർ, നമ്മൾ ബേസിക്കലി എപ്പിസെക്ടമി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇസ് ഓൺലി ആഫ്റ്റർ റീട്രീറ്റ്മെന്റ്. നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആ ടൂത്തിനെ റീട്രീറ്റ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് പ്രോട്ടോകോൾസ് നമ്മൾ ഇൻഫെക്ഷൻ എന്താണ് കാരണം. സെക്കൻഡ്, നമ്മൾ റീട്രീറ്റ്മെന്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണം. റീട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദർ ആർ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അത് ഐ ഹോപ്പ് വി വിൽ ടേക്ക് ഇറ്റ് അപ്പ് ലേറ്റർ. അപ്പോൾ ബേസിക്കലി നമ്മൾ എപ്പിസെക്ടമി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പല്ലിനെ റീട്രീറ്റ് ചെയ്യുക. റീട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആണ് സർജിക്കൽ അപ്രോച്ച്. നമ്മൾ സർജിക്കലി അപ്രോച്ച് ചെയ്യുന്നത് ആ റൂട്ടിൻ്റെ വേരിൻ്റെ അറ്റമാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ റിഫ്ലക്റ്റിംഗ് എ ഫ്ലാപ്പ്. അതായത് നമ്മൾ ആ ഒരു ഗംസ് ഏരിയ നമ്മൾ ഫ്ലാപ്പായിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ട് ആ റൂട്ട് ടിപ്പ് നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് അണ്ടർ ഗൈഡഡ് ദിസിങ്. അതായത് നമ്മൾ CBCT എന്ന് പറഞ്ഞ ഒരു വി ഹാവ് ഒരു മെഷീനായിട്ട് നമുക്ക് 3D സ്കാനിങ് ഉണ്ട്. അപ്പോൾ CBCTയിൽ വി ക്യാൻ ഇവാലുവേറ്റ് വേർ എക്സാക്ട്ലി ഇസ് എ റൂട്ട് ടിപ്പ്. ആ മെഷർമെന്റ് വെച്ചിട്ട് വി ക്യാൻ ഓൾവേസ് റിഫ്ലക്ട് ദ ഫ്ലാപ്പ്. നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബോണിന് ബ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ ഒരു ഹോളോ സ്പേസ് ആയിട്ടുണ്ടാവും, പക്ഷെ ഒരു വിൻഡോ ആയിട്ടുണ്ടാവും. പക്ഷെ പല സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വി ഹാവ് ടു ഗട്ടർ ദ ബോൺ. അപ്പോൾ നമ്മൾ ഗട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റൂട്ടിന്റെ ടിപ്പ് കാണാൻ പറ്റും. ആ റൂട്ട് ടിപ്പിന്റെ തൊട്ട് ചുറ്റും ചിലപ്പോൾ ദർ വിൽ ബി ഇൻഫെക്ഷൻ, ഗ്രാനുലേഷൻ ടിഷ്യൂ, പലത്. അത് നമ്മൾ കംപ്ലീറ്റ്ലി ക്യൂററ്റ് ചെയ്യും. ക്യൂററ്റ് ചെയ്തിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സിറ്റുവേഷൻ ഇസ് നമ്മൾ ഈ റൂട്ടിന്റെ ടിപ്പ് എപ്പിസെക്ടമി എന്ന് പറയുന്നത് ആംപ്യൂട്ടേഷൻ പോലെയാണ്. നമ്മൾ ആ ടിപ്പ് 3 millimeters ഓഫ് ദാറ്റ് റൂട്ട് ടിപ്പ് നമ്മൾ ആംപ്യൂട്ടേറ്റ് ചെയ്യുന്ന. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിരിക്കുന്നത് ഗട്ടാപ്പർച്ച എന്ന് പറയുന്നത് ഇതൊരു 2-3 millimeters നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളത് വി വിൽ റിമൂവ് ഫ്രം ദ റൂട്ട് ടിപ്പ്. എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്യുന്നത് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഇപ്പോൾ MTA, ബയോഡെന്റീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെറ്റീരിയൽസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി സീൽ ഓഫ് ചെയ്യുന്നത്. സോ ദാറ്റ് ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദി കനാൽ ടു ദി അപെക്സ്. സോ അതാണ് ബേസിക്കലി ഒരു ഇൻ ഷോർട്ട് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദി പ്രൊസീജിയർ. നമ്മൾ ഡോക്ടർ കൗശിക് ഇപ്പം താങ്കളിപ്പോൾ പറഞ്ഞു എപ്പിസെക്ടമി റീട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. നമ്മൾ റീട്രീറ്റ്മെന്റ് അല്ലാതെ തന്നെ എപ്പിസെക്ടമി ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയും അതാണ് ആ കേസ് സെലക്ഷൻ ആണ് സർ. ബേസിക്കലി നമുക്ക് ഇഫ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ റീട്രീറ്റഡ്, അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് വരുന്നു, ആ പേഷ്യന്റിനെ ആദ്യം കാണുന്ന അപ്പോയിന്റ്മെന്റിൽ തന്നെ നമ്മൾ ഇതൊരു എപ്പിസെക്ടമിക്ക് പറ്റിയ കേസാണ് എന്നൊരു തീരുമാനം എടുക്കുമോ, അതല്ല ആദ്യമേ നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ എപ്പിസെക്ടമിയിൽ എന്നൊരു ട്രീറ്റ്മെന്റ് ഉപാധിയിലേക്ക് പോവുള്ളൂ? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അതിലൊരു എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് പേഷ്യന്റ് പറയുന്നു ഇത് 2ാമത്തെ പ്രാവശ്യം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യം നമ്മൾ റീട്രീറ്റ്മെന്റ് അറ്റംപ്റ്റ് ചെയ്തത് കാര്യമില്ല, ബിക്കോസ് ടൂത്ത് ഓൾറെഡി വീക്ക് ആവും. സോ നമ്മൾ ഇഫ് ദ പേഷ്യന്റ് ഹാസ് only given an information that ഒരു പ്രാവശ്യമേ നമ്മൾ ഇത് റൂട്ട് കനാൽ ചെയ്തിട്ടുള്ളൂ, നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് യു അറ്റംപ്റ്റ് റീട്രീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ വി ഷുഡ് തിങ്ക് ഓഫ് എപ്പിസെക്ടമി. വളരെ ക്ലിയർ ആണ്. പിന്നെ ഞാൻ ഇതിൽ എനിക്കൊരു ചെറിയ വ്യത്യാസമുള്ളൊരു അഭിപ്രായം എന്താ വെച്ചാൽ, സിസ്റ്റ് ഉള്ള സമയത്ത് പെരിയപ്പൈക്കൽ സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മുൻപിലുള്ള പല്ലുകളുടെ അടിയിലായിട്ട് സിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ റൂട്ട് കനാലും എപ്പിസെക്ടമിയും ഒരുമിച്ച് അങ്ങ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഒരു സിംഗിൾ ഇന്റർവെൻഷനിൽ നമ്മൾ സിസ്റ്റ് എടുത്ത് കളയുകയും ചെയ്യും, റൂട്ട് കനാലും കംപ്ലീറ്റ് ചെയ്യും, അത് ഹീൽ ചെയ്യാനായിട്ട് അനുവദിക്കുകയും ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ചില കേസസിൽ ഞാൻ കണ്ടിട്ടുണ്ട്
വളരെ ആക്യുറസിയോടുകൂടി നല്ല ക്വാളിറ്റി എൻഡോഡോണ്ടിക് വർക്ക് ചെയ്യുന്നവര് ഈ സിസ്റ്റ് റൂട്ട് കനാലിൽ കൂടെ അപ്രോച്ച് ചെയ്ത് ഇത് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് 100% ക്ലീൻ ആക്കി സീൽ ചെയ്തിട്ടുള്ള കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് പേഷ്യൻ്റ് കൂടെ സഹകരിക്കണം. പേഷ്യൻറ്റിന് സമയമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലുള്ള അവസ്ഥയിൽ ഒരുപാട് പേര് പറന്നു വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ പലപ്പോഴും ഒരു സിസ്റ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പിസെക്ടമിയും റൂട്ട് കനാലും ഒരുമിച്ച് ബേസിക്കലി ഇത് ടൈം ബൗണ്ട് ആണ്. ബേസിക്കലി നമുക്ക് ഇതിന് വി നീഡ് ടൈം. അതെ. സോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും റൂട്ട് കനാൽ ആയിക്കോട്ടെ, നമ്മൾ റൂട്ട് കനാൽ ചെയ്തോട്ടെ, എന്ത് പ്രൊസീജിയർ ആയിക്കോട്ടെ, ടൈം മാറ്റേഴ്സ്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളിപ്പോൾ നമുക്ക് ഇന്ന് ബാക്ടീരിയ വി ഹാവ്, ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ്മെന്റ്സ് ആർ ദർ, ബട്ട് എവറിത്തിങ് ഇസ് ടൈം, സം തിങ്സ് ആർ ടൈം കൺസ്യൂമിങ്. ശരി. അപ്പോൾ എപ്പിസെക്ടമിയെ കുറിച്ച് ഡോക്ടർ കൗശിക് നമുക്ക് ഇതിനകം ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ തന്നു കഴിഞ്ഞു. ഡോക്ടർ രൂപേഷിൻ്റെ അഭിപ്രായങ്ങളും നമുക്ക് എപ്പിസെക്ടമി സംബന്ധിച്ചുണ്ടായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. നന്ദി, നമസ്കാരം.